തളയങ്ങളറിഞ്ഞോ? പെടുപ്പൻ സിജോയും ശരണ്യയും തമ്മിൽ ലബ്ബാണോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും പെടുപ്പൻ സിജോ പറഞ്ഞ ഒരു കാര്യമുണ്ട്. മെയിനായിട്ട് പുള്ളി പറയണത് ശരണ്യ കൊച്ചിനെ എൻ്റെ ആൾക്കാരുടെ വോട്ട് കിട്ടും. അതായത് നോമിനേഷനിൽ ഞാൻ വരാതെ ശരണ്യാണ് വരുന്നതെങ്കിൽ എൻ്റെ ആൾക്കാർ അവൾക്ക് വോട്ട് ചെയ്യും. ഇത് നമ്മളോട് പറയുന്നതായി പറഞ്ഞ് അയാളുടെ ഫോളോവേഴ്സിനെ കൊണ്ട് ശരണ്യെ അവിടെ നിലനിർത്താനുള്ള ശ്രമമാണ്. ആരെങ്കിലും ഒക്കെ വേണ്ടേ? അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ്. ഏതായാലും ഇഷ്ടപ്പെട്ടു. അവിടെ വേറെ ആരെയും അങ്ങോട്ട് ആക്കാതെ ശരണ്യെ തന്നെ ആക്കിയതിൻ്റെ രഹസ്യം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? എനിക്കറിയാം. എന്താണെന്നറിയാമോ? സിജോ ടാക്സ് എന്ന ചാനലുണ്ട്. നിങ്ങൾ അതൊന്ന് പോയി നോക്കൂ. അതിനകത്തുള്ള മാറ്റേഴ്സ് എന്താ മാറ്റേഴ്സ്? പ്രശ്നമൊന്നുമില്ല. ഒരു പെണ്ണുമ്പിളയ്ക്ക് 2 ഭർത്താവുണ്ടായാൽ എങ്ങനെ? 2 ആണുങ്ങൾ ഒരു പെണ്ണിനെ എങ്ങനെ? ആകെ മൊത്തത്തിൽ ഇത് എങ്ങനെ? പേക്കൂത്ത് കാമക്കളികളുടെ ഒരു ശൃംഖല തന്നെയാണ് പുള്ളിയുടെ ടൈം ലൈൻ മൊത്തം. ഈ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറീസാണ് പുള്ളി പറയുക. ഇതിനെ പ്രൊവോക്ക് ചെയ്ത കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തുണിയൊട്ടിയുടെ തുണി തന്നെയാണ്. ശരിയാണ്. കാരണവന്മാർ പറയുന്നതിൽ ഒരു കാര്യമുണ്ടെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. തുണി അഥവാ വസ്ത്രം, അത് മാറ്റേഴ്സ്. മര്യാദയ്ക്ക് വസ്ത്രം ധരിച്ചില്ല എങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ സംഭവിക്കുമെന്ന് കാരണവന്മാർ പറഞ്ഞത് സത്യമാണ്. സദാചാരവാദി എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നാം പുരോഗമനവാദിയാണ്. കീറൽ ഉൾപ്പെടെ കൃത്യമായി വിസിബിൾ ആകുന്ന രീതിയിലുള്ള ആ ഡ്രസ് കോഡ് അത് നമ്മൾ കാണാതെ പോകരുത്. നമ്മൾ കണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ അവിടെ നിന്ന് കിട്ടി. പെടുപ്പൻ സിജോ അത് കണ്ടിട്ടുണ്ട് എന്നുള്ളത് വാസ്തവം. ഏതായാലും സിജോയുടെ ആരാധകരെ നിങ്ങൾ തീർച്ചയായിട്ടും പെടുപ്പൻ സിജോ നോമിനേഷനിൽ വന്നിട്ടില്ല ശരണ്യ ചേച്ചിയാണ് വന്നിട്ടുണ്ടെങ്കിൽ ശരണ്യെ തന്നെ നിങ്ങൾ വോട്ട് ചെയ്ത് സേഫ് ആക്കണം എന്നുള്ളതാണ് പറഞ്ഞത്. നിങ്ങളുടെ സ്വന്തം സ്വന്തം ബാബി ചേട്ടത്തി അമ്മയാണ് വരാനിരിക്കുന്ന ശരണ്യക്കൊരു ഹസ്ബൻഡ് ഉണ്ടെന്നൊക്കെ അല്ലേ പറഞ്ഞത്. പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു? എനിക്ക് ശരണ്യയുടെ ഒരു ക്രഷ് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ശരണ്യക്ക് തിരിച്ച് ആ ക്രഷ് ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഏതായാലും ഈ ക്രഷ് മുമ്പോട്ട് പോയി അവരുടേത് പോലെ ഒരു ക്ലാരിറ്റി ഇല്ലായ്മയിലേക്ക് വരികയാണെങ്കിൽ മോളെ ശരണ്യ, എൻ്റെ വീട്ടിലെ എൻ്റെ കുടുംബക്കാരൻ ക്ലാരിറ്റി ഇല്ലാണ്ടാക്കും. ഈ ക്രഷ് പുറത്തിറങ്ങുമ്പോൾ എൻ്റെ നട്ടല് അവൻ ക്രഷ് ചെയ്തങ്ങ് തീർക്കുകയും ചെയ്യും. ആകെ മൊത്തത്തിൽ സുലാൻ. അത്രയേ ഉള്ളൂ. പെടുപ്പൻ സിജോയ്ക്ക് പറ്റിയ പാർട്ട്ണർ അതാണെന്നാണ് പെടുപ്പൻ സിജോയുടെ വിചാരം. ഇടയ്ക്കിടയ്ക്ക് നന്ദൂട്ടിയെ വിളിച്ചിരുത്തി ഒരു ഉപദേശമൊക്കെ കൊടുക്കുന്നുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല. നന്ദൂട്ടി, നീ മനസ്സിലാക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ഒരു കാര്യങ്ങൾ ഇവിടെ പ്രോഗ്രാം ചെയ്ത് നിനക്ക് പറഞ്ഞു തരും. എന്നിട്ട് നമുക്ക് പ്രീ പ്ലാൻ ചെയ്തിട്ട് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാം എന്നൊക്കെയാണ് പെടുപ്പൻ പറയുന്നത്. വേറൊരു കാര്യമുണ്ട്. പൂമ്പാറ്റ സായിയും കൂടെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പൂമ്പാറ്റ സായിയും പെടുപ്പൻ സിജോയും രണ്ടും കൂടെ നല്ല ഒന്നാം തരം ഊളവാഴകളായിട്ട് അവിടെ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. 2 പേർക്കും ചാനലുണ്ട്. ചാനലിരുന്ന് വായ്ത്താളം അടിക്കുന്നത് പോലെയല്ല അതിനകത്ത് കയറിയാൽ 2 വായ്ത്താള ടീമിന് മനസ്സിലായിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്ത് തന്നെ ആയാലും കാത്തിരുന്ന് കാണാം. ഇനി വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇവർ 2 പേരുടെ പ്ലാൻ എടുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പൂമ്പാറ്റയായിട്ട് അതാണ്. അത് വേറൊന്നുമല്ല, എവറസ്റ്റ് കൊടുമുടി എങ്ങനെ തള്ളി മറിച്ച് ഇടാന്നുള്ളതാണ്. 2 തള്ളന്മാരും കൂടെ ഇരുന്ന് അങ്ങ് മത്സരിച്ച് തള്ളുക. ഒരൊറ്റ തള്ള. മിക്കവാറും ബിഗ് ബോസ് തന്നെ താഴെ പോകും. അമ്മാതിരി തള്ള 2 കൂടെ ഇരുന്ന് തള്ളുന്നു. പിന്നെ കമൻസ് പറയാനേ പാടില്ല. ഞാൻ പൊളിക്കും, ഞാൻ അടിച്ച് പറ്റിക്കും, ഞാൻ അടിച്ച് തീർക്കും. ഒരു 2-3 ആഴ്ച പിറകോട്ട് പോയ റോക്കി ബായ് ഒരു തന്നിട്ടുണ്ടായിരുന്നു. അതിനകത്തുണ്ട് അടിക്കുന്നോ പിടിക്കുന്നോ പറ്റിക്കുമെന്നുള്ളത്. കാട്ടുതീയുമല്ല, വേറൊരു തീയുമല്ല. തീയുടെ കൂടെ ഒരു ഇട്ടം കൂടെ ചേർത്താൽ അതാണ് നീ എന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. നിനക്കിട്ട് കിട്ടേണ്ടത് മുഴുക്കെ കിട്ടിയടാ. ഇവിടെയൊക്കെ ബെൽറ്റും ഭാര്യയായിട്ട് അല്ലെങ്കിൽ കുത്തി തിന്നലൊക്കെ വെച്ച് പ്ലേറ്റും ഒക്കെ ഇട്ടുകൊണ്ട് നടക്കണം. നിനക്ക് വീട്ടിൽ പോയി കൂടെടാ കൊച്ചിറക്കാൻ. എന്ത് വേണം അവിടെ കിടന്ന് തിത്തിരി ഇരുത്തി കളിക്കുന്നത്? ഇനി ഈ ഒരു പേരും കൂടെ ഉണ്ടാക്കാനുള്ളൂ. അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ബിഗ് ബോസിന് അങ്ങനെ ഒരു സ്ട്രാറ്റജി അവിടെ വേണമെന്ന് നിർബന്ധമാണ്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മാച്ചപ്പ് ചെയ്യുന്ന കുറേയധികം പേരുണ്ട്. അൻസിബ ഋഷി, പക്ഷെ അവർ ബ്രദർലി അപക്ഷരം എന്ന് പറഞ്ഞങ്ങ് മാറിയിരുന്നു. പിന്നെ ശ്രീതു അർജുൻ, അവർ പിന്നെ വന്ന് പറയാനുമില്ല. രാത്രി കാലങ്ങളിൽ മാത്രം തോന്നുന്ന ഒരു പ്രത്യേക തരം ഫീലിംഗ് ആണത്. പിന്നെ ശ്രീതു ഒരു അടി അകലം നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ജാസ്മിൻ ലെവലൊന്നും കാണാൻ പറ്റില്ല. ജാസ്മിൻ കപ്രി, 2 കപ്രിയും കൂടെ കാണിച്ചപ്പോൾ 2 കൂടെ അടിച്ച് പിരിഞ്ചാണൊക്കെ ആയിട്ടുണ്ട്. വേറെ അവിടെ എല്ലാം യുണൈറ്റഡ് ആണ്. പൂമ്പാറ്റ ഒരെണ്ണത്തിന് വട്ടം ചുറ്റി നിൽപ്പുണ്ട്. എനിക്കത് പിന്നെ വേറൊരു സീസണായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ എന്നാലും എവിടെയോ എന്തരോ ഒരു പുളിമട നടക്കുന്നുണ്ട്. ആരാന്നല്ലേ? നന്ദൂട്ടിയെ വെച്ചിട്ട് പൂമ്പാറ്റ ഒരു കസറക്കൊള്ളി കളി കളിക്കുന്നുണ്ട് അവിടെ. ശ്രീരേഖ പിന്നെ ആർക്കും കിട്ടത്തില്ല. അത് പിന്നെ നമ്മൾ മോഹൻലാലിന് നേർന്നു വിട്ടിരിക്കുകയാണ്. ശ്രീരേഖ അർജുനെ ഒന്ന് കറക്കാൻ നോക്കി വെരി ബിഗിനിങ്.
ചെറുക്കൻ അടുത്തില്ല. ചെറുക്കന് താല്പര്യം നമ്മുടെ ശ്രീത്തുവാണ്. അപ്പോൾ പിന്നെ ഏകദേശം മനസ്സിലായില്ലേ. പക്ഷേ ഈ ഒരു സ്ട്രാറ്റജി വർക്കൗട്ട്, അതായത് പ്രേമ നാടകം വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ശ്രീരേഖയെ ഒന്ന് കൊടുത്തു നോക്കി. പക്ഷേ വർക്കൗട്ട് ആയില്ല. ചെറുക്കനിക്ക് അത്ര പെർഫോം ചെയ്യാൻ അറിയത്തില്ല. അല്ല, നല്ല പെർഫോമൻസ് ആണെങ്കിൽ ശ്രീത് വീഴണമല്ലോ. ആകെ മൊത്തത്തിൽ ഒരു കൊളാപ്സ് അവിടെ നടക്കുന്നുണ്ട്. റസ്മിനാണ് ആരും ഇല്ലാതെ അന്തം വിട്ട് നടക്കുന്നത്. അപ്സരയെ താങ്ങി നിൽക്കുന്നുണ്ട്. ഒത്ത് അപ്പോഴും അപ്സരയെ ഇപ്പോഴുള്ള ആൾ പോലും കളഞ്ഞേച്ച് പോകും കേട്ടോ. ക്രഷാകും മൊത്തത്തിൽ. അവൾ ക്രഷടിച്ച് കൂടെ വന്നാൽ നിങ്ങളുടെ നട്ടലും കയ്യും കാലും ഒക്കെ ക്രഷാവാതെ നോക്കിക്കോളൂ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പെടുപ്പൻ സിജോയുടെ ഓരോ തള്ളലുകളും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളുടെ ഒരു അവസ്ഥ എന്താടാ അവിടെ കിടന്ന് കളിക്കണം. ഇനി പുറത്ത് വരുന്നടാ, നിങ്ങൾ വരാനിട്ടൊരു രസമില്ല. യൂട്യൂബ് ആകെ ഉറങ്ങിപ്പോയി സത്യമായിട്ടും. ഇപ്പോൾ രണ്ടുപേരുടെ അതിനകത്ത് കയറി കിടന്ന് എന്തോന്നാണ് ഭയങ്കര പ്ലാനിങ് ആണ് കേട്ടോ. ഭയങ്കര പ്ലാനിങ് ആണ്. തിന്നും പിച്ചും മാന്തും ഞാൻ അടിക്കുന്ന വേറെ പെണ്ണാക്ക് നടക്കൂല എന്നുള്ളത് വസ്തുത.